Hello students, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫിക്സഡ് പോയിന്റ് ഐറ്ററേഷൻ മെത്തേഡ് ആണ്. അപ്പോൾ ഫിക്സഡ് പോയിന്റ് എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറംസ് എന്താണ്, യുണീക്ക് ഫിക്സഡ് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഫിക്സഡ് പോയിന്റിന്റെ പ്രോബ്ലം, ഫിക്സഡ് പോയിന്റ് ഐറ്ററേഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ അതിന്റെ സൊല്യൂഷൻ, ഒരു തന്നിരിക്കുന്ന ആൾജിബ്രൈക് ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, വീഡിയോ കാണുമ്പോൾ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത് ടെക്സ്റ്റിൻ്റെ ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ടെക്സ്റ്റിൽ അതേപോലെ തന്നെയാണ് നമുക്ക് നോട്ടിലേക്ക് എഴുതാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ടെക്സ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടായിരിക്കും നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നോട്ടായിട്ട് ഇടുക. അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ പ്രോബ്ലംസ് ആയിട്ട് എക്സസൈസിലെ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ സോൾവ് ചെയ്തത് നോട്ടായിട്ടുള്ളത് തന്നെ കൈകൊണ്ട് എഴുതിയ നോട്ടായിട്ട് തന്നെ ഇടാം. ടെക്സ്റ്റിൽ അതേപോലെയുള്ളത് പിന്നെ ഞാനത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്ക്രീൻഷോട്ട് ഇടുന്നത്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ അത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ. പിന്നെ പ്രോബ്ലത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. തിയറി പഠിക്കേണ്ടതെന്നല്ല, തിയറി ചോദിക്കും, തിയറംസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ രണ്ടും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. പ്രോബ്ലംസ് പക്ഷേ അധികം നമ്മുടെ ടെക്സ്റ്റിൽ ചെയ്തിട്ടിട്ടില്ല. അപ്പോൾ ഞാനത് എക്സസൈസിൽ നിന്ന് 1-2 പ്രോബ്ലം വീതം എല്ലാ മെത്തേഡിൽ നിന്നും ചെയ്തു തരാം. ബാക്കി നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത് PDF ആണ്, ടെക്സ്റ്റിൻ്റെ PDF ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് തോന്നുകയാണെങ്കിൽ, ഞാൻ മുമ്പേ പറയുന്നത് അതുകൊണ്ടാണ്, എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് തോന്നുകയാണ് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ട് എഴുതി വയ്ക്കുക. നിങ്ങളുടെ നോട്ട് ആദ്യം എഴുതി വയ്ക്കുക. ഫസ്റ്റ് നോട്ട് എഴുതുക, അതിനുശേഷം വീഡിയോ ഓണാക്കിയിട്ട് കാണുക. വീഡിയോ ഓണാക്കിയിട്ട് കാണുന്ന സമയത്ത് നോട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നോട്ടിൽ എഴുതേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ. വലിയ കുഴപ്പമൊന്നുമില്ല, ക്ലാരിറ്റിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. എന്നാലും ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞതാണ്, ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ തോന്നാം. അങ്ങനെയാണെങ്കിൽ ആദ്യം നോട്ട് എഴുതുക, എന്നിട്ട് വീഡിയോ കേൾക്കുക. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ നോട്ടിൽ നോക്കിയിട്ട് വീഡിയോ കേൾക്കുമ്പോൾ നോട്ട് കൂടി തുറന്നു വയ്ക്കുക. ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും. മനസ്സിലായല്ലോ? അപ്പോൾ ഫിക്സഡ് പോയിന്റ് ഐറ്ററേഷൻ മെത്തേഡിൽ വരുമ്പോൾ ഫിക്സഡ് പോയിന്റ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നമ്മളൊരു അപ്രോക്സിമേറ്റ് ഫിക്സഡ് പോയിന്റ്, ഇപ്പോൾ ഫംഗ്ഷൻ G ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഫിക്സഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതൊരു സീക്വൻസ് ഓഫ് പ്രോസസ് ഐറ്ററേറ്റീവ് മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇനീഷ്യൽ അപ്രോക്സിമേഷൻ P0 ഉണ്ട്. ഒരു P0 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉണ്ട്. അതിനെ നമ്മൾ ഐറ്ററേഷൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഈ ഫിക്സഡ് പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഓരോ ഐറ്ററേഷൻ ചെയ്യുമ്പോഴും ഓരോ സ്റ്റെപ്പ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. ഓരോ സൊല്യൂഷൻസ്, ഓരോ ഫിക്സ്ഡ് പോയിന്റ്സിന്റെ റിഫൈൻഡ് ആയിട്ടുള്ള ഓരോ സൊല്യൂഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കിട്ടുന്ന ആ ഒരു സീക്വൻസ് ഓഫ് സൊല്യൂഷൻസിന് നമ്മൾ സീക്വൻസ് Pn n=0 to infinity എന്ന് കൊടുക്കുന്നു. Then by letting Pn is equal to G of Pn-1, അടുത്തത് കണ്ടുപിടിക്കാനായിട്ട് തൊട്ട് മുമ്പത്തെ Gയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Pn is equal to G of Pn-1. അതാണ് നമ്മുടെ മെത്തേഡ്. ഫോർ ഈച്ച് n greater than or equal to 1. If the sequence converges to P and G is continuous, then P is equal to limit n tends to infinity Pn. That is limit n tends to infinity Pn എന്ന് പറഞ്ഞാൽ G of Pn-1. That is G of limit n tends to infinity Pn-1. That is equal to G of P. Okay. അപ്പോൾ ചെയ്യുന്നത് ഇതാണ്. നമുക്കൊരു ഞാൻ നോട്ടിൽ എഴുതുമ്പോൾ നിങ്ങൾ ഇവിടെ മുതൽ അപ്രോക്സിമേറ്റ് എന്നുള്ളത് മുതൽ ഇവിടെ വരെ ഫിക്സഡ് പോയിന്റ് ഐറ്ററേഷൻ വരെ എഴുതുക കേട്ടോ. എൻ്റെ സൊല്യൂഷൻ X=G of X is obtained. This technique is called fixed point or functional iteration. ഓക്കെ. അപ്പോൾ നോട്ടിൽ എഴുതുമ്പോൾ, അതായത് നമുക്കിപ്പോൾ P is equal to G of P എന്നുള്ള രീതിയിൽ ഒരു P കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി ഈ ഐറ്ററേറ്റീവ് പ്രോസസ്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ P ആണ്, ആ ഫിക്സഡ് പോയിന്റ് ആണ് ഇതിലേക്ക് സൊല്യൂഷനായിട്ട് വരുന്നത്. ഈ നമുക്ക് തന്നിരിക്കുന്ന ആൾജിബ്രൈക് ഇക്വേഷന്റെ സൊല്യൂഷനായിട്ട് വരുന്നത് ആ P ആണ്. അപ്പോൾ നമ്മുടെ ഐറ്ററേറ്റീവ് പ്രോസസ്സ് സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പഴയ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തന്നിരിക്കുന്ന ഇക്വേഷനെ
എക്സ് ഈക്വൽ ടു സംതിങ് എന്നുള്ള ഫോമിൽ എഴുതുക. എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ, അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു ജി ഓഫ് പി എന്നുള്ള ഫോമിൽ എഴുതുക. അല്ലെങ്കിൽ എക്സിലായിരിക്കും മിക്കവാറും തന്നിട്ടുണ്ടാവുക. അപ്പോൾ എക്സ് ഈക്വൽ ടു സംതിങ് എന്നുള്ള ഫോമിൽ എഴുതുക. ദെൻ ഒരു ഇനീഷ്യൽ വാല്യൂവിൽ നിന്ന്, ആ ഇന്റർവെല്ലിൽ വരുന്ന ഒരു ഇനീഷ്യൽ വാല്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെ എടുക്കണം എന്നൊക്കെ അത് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഈ എക്സിന്റെ വാല്യൂവിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യം ഐറ്ററേഷൻ ചെയ്യുക. ആദ്യമായി ഇനീഷ്യൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന് ഒരു വാല്യൂ കിട്ടും. ദെൻ ആ വാല്യൂ വീണ്ടും ജിയിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തൊരു വാല്യൂ കിട്ടും. ദെൻ അത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇംപ്രൂവ് ചെയ്തൊരു വാല്യൂ കിട്ടും. അങ്ങനെ 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 കുറേ പ്രാവശ്യം ഒരു കുറച്ച് സ്റ്റെപ്സ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ സീക്വൻസ് നമ്മുടെ ഫിക്സഡ് പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നതായിട്ട് കാണാം. ആ ഫിക്സഡ് പോയിന്റ് ആണ് തന്നിരിക്കുന്ന ആൾജിബ്രൈക് ഇക്വേഷന്റെ സൊല്യൂഷനായിട്ട് വരിക. ഓക്കെ, അപ്പം അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇനി അടുത്തത് എന്താ വരുന്നത്? അടുത്ത മെത്തേഡ് വരുന്നത്, അടുത്ത ഒരു ടോപ്പിക്ക് വരുന്നത് അൽഗോരിതാണ്. അൽഗോരിതം എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് അതിന്റെ പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ്. ടു ഫൈൻഡ് എ സൊല്യൂഷൻ പി ഈസ് ഈക്വൽ ടു ജി ഓഫ് പി ഗിവൺ ആൻ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ പി നോട്ട്. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇനീഷ്യൽ, അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ പി നോട്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന്റെ ടേംസിലാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ തന്നെ പഠിക്കാൻ നിവൃത്തിയുള്ളൂ. എങ്ങാനും അൽഗോരിതം ചോദിക്കുകയാണ് എങ്കിൽ നമുക്ക് ഇതന്നെ എഴുതേണ്ടി വരും കേട്ടോ. മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ ഇതന്നെ എഴുതേണ്ടി വരും. അപ്പോൾ അതെന്തായാലും ഒന്ന് പഠിച്ചു വെച്ചോളൂ. പഠിക്കേണ്ടതെന്ന് ഞാൻ പറയില്ല. മാക്സിമം പ്രോബ്ലത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രേ പറ്റുള്ളൂ. ഉറപ്പൊന്നും പറയാറായിട്ടില്ല. ഓക്കെ, ഔട്ട്പുട്ടാ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ പി നോട്ട്, ടോളറൻസ് ടി ഒ എൽ, അത് എവിടെ വരെ പോകണം എന്നുള്ളതാണ് അത് ടോളറൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് ഐറ്ററേഷൻസ് എൻ നോട്ട് എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് ഐറ്ററേഷൻസ് എൻ നോട്ട് എന്നാണ് എടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ട് അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ പി ഓർ മെസ്സേജ് ഓഫ് ഫെയിലിയർ. ഔട്ട്പുട്ടായിട്ട് വരേണ്ട രണ്ട് മെസ്സേജുകൾ ഇതാണ്. ഒന്നില്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ പി, അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ പി എ കണ്ടെത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മെസ്സേജ് ഓഫ് ഫെയിലിയർ, ഇത് ചെയ്യാൻ പറ്റില്ല, പ്രോബ്ലം പകുതി വെച്ച് സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഫെയിലിയറിന്റെ മെസ്സേജ്. ഇത് രണ്ടുമാണ് ഔട്ട്പുട്ടായിട്ട് കാണിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം നമുക്ക് തിരിച്ച് എന്തൊക്കെ സപ്ലൈ ചെയ്യുന്നു, ലാസ്റ്റ് ഈ പ്രോസസ്സിന് ശേഷം എന്തൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നു, അത്ര ആലോചിച്ചാൽ മതി. അതായത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എന്തൊക്കെ കൊടുക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ വരെ ചെയ്യണം. ഔട്ട്പുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ ആ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല എന്നുള്ള മെസ്സേജ് ഓഫ് ഫെയിലിയർ വരും. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി അൽഗോരിതം എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതണം. അപ്പോൾ ആദ്യം സെറ്റ് ഐ ഈക്വൽ ടു 1, ഐയുടെ വാല്യൂ 1 ആണെന്ന് എടുത്തു. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് ഡു സ്റ്റെപ്സ് 3 to 6. എൻ നോട്ടാണ് നമ്മൾ നമ്പർ ഓഫ് ഐറ്ററേഷൻസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഐയുടെ വാല്യൂ എൻ നോട്ടിനേക്കാളും ലെസ്സോ ഈക്വലോ ആവണ വരെ, എൻ നോട്ടിനേക്കാളും കുറവാവണ വരെ. ഇപ്പം നമ്മൾ എൻ നോട്ട് ഒരു 10 എന്ന് ഫിക്സ് ചെയ്ത് വെച്ചാൽ ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആവണ വരെ 3 മുതൽ 6 വരെയുള്ള സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡു സ്റ്റെപ്സ് 3 to 6. എന്താണ് നമുക്ക് സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യാനുള്ളത്? പി ഈസ് ഈക്വൽ ടു ജി ഓഫ് പി നോട്ട്. ആദ്യം തന്നെ പിയുടെ വാല്യൂ ജി ഓഫ് പി നോട്ട് എന്ന് കൊടുക്കുക. ഞാൻ നേരത്തെ എക്സി പറഞ്ഞതൊക്കെ ഇവിടെ പിയിലും ജിയിലുമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇനീഷ്യൽ അപ്രോക്സിമേഷൻ കൊടുത്തു, പി ഈക്വൽ ടു ജി ഓഫ് പി നോട്ട് കൊടുത്തു. ഇനി ഇഫ് മോഡുലസ് വാല്യൂ ഓഫ് പി മൈനസ് പി നോട്ട് ലെസ് ദാൻ ടോളറൻസ് ദെൻ ഔട്ട്പുട്ട് പി, അതർവൈസ് ആൻഡ് സ്റ്റോപ്പ്. അപ്പോൾ പിയുടെ വാല്യൂ, ഇപ്പോൾ കിട്ടിയ പിയുടെ വാല്യൂ നമ്മുടെ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ആയിട്ടുള്ള പി നോട്ടും ആയിട്ടുള്ള വാല്യൂ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുക. മോഡുലസ് വാല്യൂ ഓഫ് പി മൈനസ് പി നോട്ട് നമ്മളൊരു ടോളറൻസ് കൊടുത്തിട്ടുണ്ട്. അത് എത്രമാത്രം എറർ എത്രമാത്രം കുറഞ്ഞിരിക്കണം, ഏതിനേക്കാളും താഴെ ആയിരിക്കണം എന്നുള്ളതൊക്കെയാണ് എററിൻ്റെ കാര്യങ്ങളാണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ, ഇപ്പോൾ 10⁻⁻⁴ 10⁻⁻³ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ തരാറില്ലേ, ഇത്രയും ഇതിൽ ലെസ് എറർ ഉള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കൂ എന്ന്. അപ്പോൾ അതുപോലുള്ള ഒരു കണ്ടീഷനെയാണ് ഇവിടെ ടോളറൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ പിയുടെയും ഇനീഷ്യൽ അപ്രോക്സിമേഷൻ പി നോട്ടിൻ്റെയും ഡിഫറൻസ് ആ ടോളറൻസിനേക്കാളും ലെസ് ആണ് എങ്കിൽ പിയെ ഔട്ട്പുട്ടായിട്ട് കാണിക്കൂ, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യൂ എന്നാണ് സ്റ്റെപ്പ് 4 പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ പി ആയിട്ട് നമ്മൾ എടുത്താൽ മതി. ഇനി അതല്ല എങ്കിൽ, അപ്പോൾ പ്രൊസീജിയർ സക്സസ്ഫുൾ ആണ് കേട്ടോ. ഇനി അതല്ല എങ്കിൽ ഐട്രേഷൻ്റെ എണ്ണം കൂട്ടുക. സെറ്റ് ഐ ഈക്വൽ ടു i+1, ഐയുടെ വാല്യൂ i+1 സെറ്റ് ചെയ്യാം. ആൻഡ് സെറ്റ് പി നോട്ട് ഇസ് ഈക്വൽ ടു പി, പി നോട്ടിൻ്റെ വാല്യൂ ഇപ്പം കിട്ടിയ പി ആയിട്ട് മാറ്റുക, അപ്ഡേറ്റ് ചെയ്യുക.
അപ്പോൾ അടുത്ത ഐട്രേഷനിലേക്ക് പോവുക. ഈക്വൽ ടു i+1 എന്ന് പറഞ്ഞാൽ അടുത്ത ഐട്രേഷനിലേക്ക് പോവുക. പി നോട്ടിൻ്റെ വാല്യൂവിന് പകരം പിയുടെ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യുക. അതാണ് വേണ്ടത്. എന്നിട്ട് വീണ്ടും i = i+1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ i = 2i. i = 2 ആയിട്ട് വീണ്ടും സ്റ്റെപ്പ് 3ലേക്ക് വരും. അപ്പോൾ പുതിയ p = g ഓഫ് പഴയ പി നോട്ടിന് ഇപ്പോൾ പകരം ഇപ്പോൾ കിട്ടിയ തൊട്ട് മുമ്പ് കിട്ടിയ വാല്യൂ എടുത്തിട്ടുണ്ട്, അതിവിടെ സെറ്റ് ചെയ്യുക. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എവിടെ വരെ? അണ്ടിൽ p - p നോട്ട് ലെസ് ദാൻ ടോളറൻസ് ആവണ വരെ. ഓക്കെ, അതുപോലെ തന്നെ i <= n നോട്ട് ആവണ വരെയും ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അവസാനം നമുക്കൊരു സൊല്യൂഷൻ ഇതിൽ കിട്ടും. സൊല്യൂഷൻ കിട്ടുമ്പോൾ ടോളറൻസിനേക്കാൾ ലെസ് ആവുമ്പോൾ ഈ പ്രോസസ്സ് അവിടെ, ഈ ഐട്രേഷൻ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവും. ഇനി ഇതൊന്നുമില്ല, i <= n നോട്ട് എന്നുള്ളത് മാറിയെന്ന് വെച്ചോ, i > n നോട്ട് ആയി. നമ്മൾ n നോട്ട് ഇപ്പോൾ 10 എന്നാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ 10ന് പകരം 11 ആയി എന്ന് വിചാരിച്ചോ. 11 ആയിട്ടുണ്ട്. അപ്പോഴും നമുക്കൊരു ഉത്തരം കിട്ടിയില്ല എങ്കിൽ, അപ്പോഴും നമുക്കൊരു ഉത്തരം കിട്ടിയില്ല, 11 ആയിട്ടും ഇവിടെ ഒരു ഉത്തരം നമുക്ക് ഈ ടോളറൻസിനേക്കാളും ലെസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ ഔട്ട്പുട്ട് ദ മെത്തേഡ് ഫെയിൽഡ് ആഫ്റ്റർ n നോട്ട് ഐട്രേഷൻസ് ആൻഡ് n നോട്ട് = ഡാഷ്. അവിടെ എന്താണ് ഒരു കോമ മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതായത് n നോട്ട് = സംതിങ് എന്ന് കാണിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. n നോട്ട് കോമ n നോട്ട് എന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ n നോട്ട് = ഇവിടെ n നോട്ടിൻ്റെ വാല്യൂ ഈ പ്രോസസ്സിൽ എത്രയാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് കാണിക്കും. ഓക്കെ, എന്നിട്ട് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഉത്തരം ഉണ്ട് എങ്കിൽ ഈ n നോട്ട് ഐട്രേഷൻസിൻ്റെ ഉള്ളിൽ ഈ സ്റ്റെപ്പ് 4ൽ വെച്ച് എവിടെയെങ്കിലും ടോളറൻസിനേക്കാളും ലെസ് ആവുമ്പോൾ ഉത്തരം അവിടെ കാണിക്കും. അതല്ല എങ്കിൽ നമുക്ക് ആ 10 ഐട്രേഷൻസ് n നോട്ട് ഐട്രേഷൻസ് എത്രയാണോ അത് കഴിയുമ്പോൾ ഈ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പായിട്ട് മെസ്സേജ് ഓഫ് ഫെയിലിയർ അവിടെ വരും. ഓക്കെ, അതാണ് നിങ്ങളുടെ അൽഗോരിതം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രോബ്ലം ചെയ്യാൻ ഇത്രയൊന്നും വേണ്ട കേട്ടോ, വളരെ എളുപ്പമാണ് പ്രോബ്ലം ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ഡയറക്റ്റ് പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ പക്ഷേ കുറച്ച് കാര്യങ്ങളും കൂടി ഇലിസ്ട്രേഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എനിക്ക് പറയാതെ വയ്യ, അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവിടെ മെയിൻ പ്രോബ്ലത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലുപരി നമ്മുടെ ടെക്സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ ഇതുള്ളത് കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാനായിട്ട് വയ്യ. നിങ്ങൾ പഠിച്ചേ പറ്റൂ, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. x³ + 4x² - 10 = 0 ഹാസ് എ യുണീക്ക് റൂട്ട് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 1 to. അപ്പോൾ ഇതിന് റൂട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. There are many ways to change the equation to the fixed point x = g of x. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ഓൾജിബ്രേക്ക് ഇക്വേഷൻ തരികയാണെങ്കിൽ ഫിക്സഡ് പോയിന്റ് ഐട്രേഷൻ മെത്തേഡ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് x = സംതിങ് എന്നുള്ള ഫോമിൽ ഈ പ്രോബ്ലത്തിനെ ചേഞ്ച് ചെയ്യാണ് വേണ്ടതെന്ന് പറഞ്ഞല്ലോ. അതായത് ആ ഫിക്സഡ് പോയിന്റിൻ്റെ ഡെഫിനേഷനിലേക്കാണ് x = g of x എന്നുള്ള ഫോമിലേക്കാണ് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്തെഴുതുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്യൂബിക് ഇക്വേഷനാണ് തരണേയെങ്കിൽ അതിന് നമുക്ക് പലതരത്തിൽ x = എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും. ഇപ്പോൾ നോക്കിയേ, ഇതിൽ നിന്ന് ആദ്യം 4x² എടുത്തു. 4x² = 10 - x³ എഴുതി. അതിൽ നിന്ന് x² = this one 1/4 × 10 - x³ എന്ന് എഴുതി. അതിൽ നിന്ന് x = ± ½ × 10 - x³ the whole raised to 1/2 എന്ന് എഴുതി. ഇതൊരു രീതി. ഇത് നമ്മൾ x = ഇപ്പോൾ ഇത് x = ഇത് g of x എന്നുള്ള ഫംഗ്ഷനായിട്ട് എടുത്താൽ മതി. ആ ഒരു ഫോമിൽ നമ്മൾ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ എഴുതി, എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല എഴുതേണ്ടത്. പലർക്കും പല രീതിയിൽ എഴുതാം. ഇവിടെ നോക്കി ഇപ്പോൾ ഒരു 5 രീതിയിൽ ഈ സെയിം തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി ഇതിൽ എഴുതിക്കുന്ന നോക്കിയേ, നമ്മൾ x³ - 4x² - 10 = 0 ആണ്. ഇവർ x = g of x എന്നുള്ള ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വണ്ണിൽ ചെയ്തിട്ട് നോക്കൂ, ഇവിടെ ഒരു x ആഡ് ചെയ്തു, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു x ആഡ് ചെയ്തു. ഇവിടെ 0 ആയിരുന്നു, അതിന് പകരം ഒരു x ആഡ് ചെയ്തു, ഇവിടെ ഒരു x ആഡ് ചെയ്തു. അപ്പോൾ ഇത് എന്തായി? x = g of x എന്നുള്ള ഫോമിലായി. ഇപ്പുറത്ത് ഒരു x ആഡ് ചെയ്ത് അതിന് മാറ്റമൊന്നും സംഭവിക്കണില്ലല്ലോ. അപ്പോൾ ഇതും കറക്റ്റാണ്. വേറൊന്ന് എഴുതിക്കണം നോക്കൂ, ഇവിടെ x = 10/x - 4x. അത് ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുമ്പോൾ കിട്ടണതാണ് കേട്ടോ. അത് നിങ്ങൾ നോക്കി നോക്കുക അത് എങ്ങനെയാണ് വന്നിക്കണേ എന്നുള്ളത്. വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നതാണ് x = 1/2 × 10 - x³ the whole raised to 1/2 എന്ന്. അതായത് ഇതിലെ ഒരെണ്ണത്തിന് ഇതിലെ ഒരു പോസിറ്റീവ് സൊല്യൂഷനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു മെത്തേഡിൽ ചെയ്തു വന്നിട്ട് അതിനെയാണ് ഇവിടെ ഇതിങ്ങനെ എടുത്തിരിക്കുന്നത്. വേറൊരെണ്ണം ചെയ്തേക്ക് നോക്കൂ, x = 10/4 + x × whole raised to 1/2. അതായത് വേണമെങ്കിൽ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഒരു x² ഔട്ട്സൈഡ് എടുക്കാം.
എക്സ് സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തിട്ട് കഴിയുമ്പോൾ ബാക്കി ഉണ്ടാവുക എക്സ് പ്ലസ് 4 ആണ് അല്ലേ. ഈ 10നെ എപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 4 ഈക്വൽ ടു 10 എന്ന് കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് എക്സ് സ്ക്വയർ ഈക്വൽ ടു 10/x പ്ലസ് 4 എന്ന് എഴുതാം. എന്നിട്ട് അതിൽ നിന്ന് റൂട്ട് എടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 10/x പ്ലസ് 4 ദ ഹോൾ റേസ് ടു 1/2 എന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ ലോജിക്ക് വെച്ച് പലരും പല രീതിയിലാണ് അത് ആലോചിക്കുക. എക്സ് ഈക്വൽ ടു f(x) g(x) എന്നുള്ള ഫോമിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.